Hello friends, welcome to Xeta Tech. നമ്മൾ ഇന്ന് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സും ഡബിൾ ഈക്വൽസ് ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യാനായിട്ടാണ് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ആണ് ആ ഓപ്പറേറ്റർ. സിമ്പിൾ അസൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? സിമ്പിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈക്വൽ ടു ആണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ചോദിക്കാം, എന്താണ് അസൈൻമെൻറ്റിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഒറ്റ ഈക്വൽ ടു. ഡബിൾ ഈക്വൽ ടു എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പാരിസണ് വേണ്ടിയിട്ടാണ് ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ എന്തിലോട്ടാണ് സ്റ്റോർ ആവുന്നത്? എക്സിനകത്തോട്ടാണ് സ്റ്റോർ ആവുന്നത്. നമുക്കിപ്പോൾ എക്സിനെ പ്രിന്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതാണ്. പ്രിന്റ് എക്സ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് എക്സിനകത്ത് എന്ത് വാല്യൂ വന്നിട്ടുണ്ട്? 5 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുണ്ട്. ഇനി അസൈൻമെൻറ്റിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്പിൾ വേരിയബിൾസിനകത്തോട്ട് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ ABC എന്ന് പറയുന്ന വേരിയബിൾസ് ഉണ്ട്. ഇതിനകത്തോട്ടെല്ലാം എനിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് പോകേണ്ടത്. ഞാൻ ഇനിഷ്യലി എങ്ങനെ എഴുതും? A ഈക്വൽ ടു 10, B ഈക്വൽ ടു 10, C ഈക്വൽ ടു 10 എന്ന് പറഞ്ഞായിരിക്കും അല്ലേ എഴുതുന്നത്. പക്ഷേ പൈത്തണിനകത്തൊരു എളുപ്പ വഴിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഇതിനെ മൂന്നിനെയും പ്രിന്റ് ചെയ്യാണ്. A, B, C എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാണ്. ഇപ്പോൾ മൂന്നിലും വാല്യൂസ് എന്തായി? 10 വെച്ചിട്ട് അസൈൻ ആയി. എന്ന് വെച്ചാൽ സെയിം വാല്യൂ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ വേരിയബിൾസിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഈ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് ഈക്വൽസ് കൊടുത്താൽ മതി. ഇനി അപ്പോൾ അടുത്ത വരുന്ന ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലൈനിൽ തന്നെ കൊടുക്കണമെന്നായിരിക്കുമല്ലോ. പക്ഷേ പൈത്തണിൽ അങ്ങനല്ല. പൈത്തണിൽ അതിനും വഴിയുണ്ട്. പൈത്തണിനകത്ത് എനിക്ക് എയ്ക്കകത്ത് ഇപ്പോൾ 10 വരണം, ബിക്കകത്ത് 20 വരണം, സിക്കകത്ത് 30 ആണെന്നുണ്ടെങ്കിൽ A, B, C ഈക്വൽ ടു 10, 20, 30. എന്നിട്ട് ഞാൻ എയും ബിയും സിനെയും പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ എന്താ വന്നത്? എയ്ക്കകത്തോട്ട് 10 വന്നു, ബിക്കകത്ത് 20, സിക്കകത്ത് 30. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും കൊടുക്കുക? കോമ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സെയിം വാല്യൂ ആണ് ഡിഫറെൻറ്റ് വേരിയബിൾസിൽ പോകണമെങ്കിൽ എന്ത് കൊടുക്കും? ഈക്വൽ ടു ആയിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്ത വരുന്നതാണ് ഒരു ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ ആണ് പ്ലസ് ഈക്വൽ ടു. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലർ ഡിവിഷൻ, എക്സ്പോണന്റ് ഡിവിഷൻ, ഫ്ലോ ഡിവിഷൻ, ഇതിനെല്ലാത്തിനും ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനും നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് ഈക്വൽ ടു, എക്സ് സ്റ്റാർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒറ്റ കാര്യം നോട്ട് ചെയ്യുക, എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം വേരിയബിൾ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എക്സിന് വാല്യൂ കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കുകയാണ്. എക്സ് പ്ലസ് ഈക്വൽ ടു 2 ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എക്സിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് എന്തിലോട്ട് തന്നെയാണ് സ്റ്റോർ ആവുന്നത്? എക്സിനകത്തോട്ട് തന്നെയാണ് സ്റ്റോർ ആവുന്നത്. ഷിഫ്റ്റ് എൻ്റർ. ഞാനിപ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാത്തതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഒന്നും വരാത്ത. പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്താ ചെയ്തത്? എക്സിൻ്റെ ഓൾറെഡി ഉള്ള വാല്യൂ 2. 2 പ്ലസ് 2 4 ആയിട്ട് എന്തിലോട്ട് തന്നെ സേവ് ചെയ്തു? എക്സിനകത്തോട്ട് തന്നെ സേവ് ചെയ്തു. ഈ സിമിലർ ഓപ്പറേഷനാണ് ബാക്കിയുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലെല്ലാം ചെയ്യുന്നത്. എക്സിൻ്റെ കൂടെ 2 കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? എക്സിനകത്തോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം വേരിയബിൾ ആണ്, അല്ലെങ്കിൽ സെയിം വേരിയബിളിലോട്ടാണ് അസൈൻ ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയും ഈ മൾട്ടിപ്പിൾ വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനെ പറ്റിയും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്.
പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.